ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. 22ാമത് CRA പൂംസ് ട്രോഫി KSCB വനിതാ ടീമിന്. കോയമ്പത്തൂർ വെച്ച് നടന്ന ടൂർണമെന്റിൽ കരുത്തരായ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയെ 91-51 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് KSCB കിരീടം ചൂടിയത്. ഇൻകം ടാക്സ് ടീം 3ാം സ്ഥാനം സ്വന്തമാക്കിയപ്പോൾ KSCBയുടെ ശ്രീകല മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതേ ടൂർണമെന്റിന് സമാന്തരമായി നടന്ന പുരുഷന്മാരുടെ ടൂർണമെന്റിൽ വിജയിച്ച ഇന്ത്യൻ ബാങ്കിന്റെ ടീം 56ാമത് നാച്ചിമുത്തു ട്രോഫിയും സ്വന്തമാക്കി. ടീമിന്റെ നെടുംതൂണായ പ്രണവ് പ്രിൻസ് മികച്ച പുരുഷ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. കരുത്തരായ ഇന്റർ മിലാനെ ഫൈനലിൽ 5-0 പരാജയപ്പെടുത്തി പാരീസ് സെയിന്റ് ജെർമെയിൻ ആദ്യമായി ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടി. ഫ്രാൻസിന്റെ അതിരുകൾക്കകത്തു മാത്രം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരെന്ന പഴി അവസാനിപ്പിക്കുവാൻ കച്ചകെട്ടിയിറങ്ങിയ ലൂയിസ് എൻറിക്കിന്റെ ശിഷ്യന്മാർ ഇറ്റാലിയൻ വമ്പന്മാർക്കെതിരെ കളിയിലുടനീളം ആധിപത്യം നിലനിർത്തി. ടൂർണമെന്റിലുടനീളം എതിരാളികളെ നിഷ്പ്രഭരാക്കാൻ ഫ്രഞ്ച് ടീമിനെ സഹായിച്ച ഔസ്മാൻ ഡെംബലെ ടൂർണമെന്റിലെ മികച്ച താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. തിരുവനന്തപുരത്ത് നടന്ന ഒളിമ്പിക് ഡേ സെലിബ്രേഷൻ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ യോഗം സംസ്ഥാന പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒളിമ്പിക് ഡേ ആഘോഷങ്ങളുടെ ഭാഗമായി മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. യോഗത്തിൽ കേരള ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി S. രാജീവ്, കേരള ഒളിമ്പിക് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് SN. രഘുചന്ദ്രൻ നായർ, സ്പോർട്സ് ആൻഡ് യൂത്ത് അഫയേഴ്സ് ഡയറക്ടർ P. വിഷ്ണുരാജ AS, വിദ്യാഭ്യാസ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ സന്തോഷ്, ജോയിന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രമോദ് ശങ്കർ, തഹസീൽദാർ മഞ്ജുള, LNCPSI പ്രിൻസിപ്പൽ ഡോക്ടർ G. കിഷോർ, അർജുന അവാർഡ് ജേതാവ് പത്മിനി തോമസ്, ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു വർമ്മ എന്നിവരും പങ്കെടുത്തു. ഒളിമ്പിക് ഡേ റൺ ജൂൺ 23 വൈകുന്നേരം 4 മണിക്ക് മാനവീയം വീഥിയിൽ നിന്ന് ആരംഭിച്ച് സെൻട്രൽ സ്റ്റേഡിയത്തിൽ അവസാനിക്കും. പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് വഴി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള ഹോക്കി സംഘടിപ്പിക്കുന്ന 10ാമത് കേരള ഹോക്കി സബ് ജൂനിയർ പെൺകുട്ടികളുടെ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ജൂൺ 13 മുതൽ 16 വരെ കാസർഗോഡ് രാജപുരം ഹോളി ഫാമിലി സ്കൂൾ മൈതാനത്ത് വെച്ച് നടക്കും. ചാമ്പ്യൻഷിപ്പിന്റെ തത്സമയ സംരക്ഷണം കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ കേരള ഒളിമ്പിക്കിൽ ഉണ്ടായിരിക്കുന്നതാണ്. പോയ വാരത്തെ കായിക വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ കായിക വിശേഷങ്ങളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.